ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്ന 2026 മാർച്ച് മാസഫലം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ഇപ്പം മാർച്ച് മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് മാർച്ച് മാസത്തിൽ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തുലാക്കൂറും തുലാ ലഗ്നം എന്ന് പറയുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ മാർച്ച് 2-ന് 6-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാകുന്നു. 25-ന് ആ ശുക്രൻ 7-ാം ഭാവരാശിയിലേക്ക് മാറുന്നു. സൂര്യൻ മാർച്ച് 15-ന് 5-ൽ നിന്നും 6-ലേക്ക് മാറുന്നു. ചൊവ്വ 5-ലെ സ്ഥിതി തുടരുന്നു. ബുധൻ 5-ല് സ്ഥിതി ചെയ്യുന്നു. മാർച്ച് 20 വരെ ആ ബുധൻ വക്രത്തിലും അതിനുശേഷം ബുധൻ നേർസഞ്ചാരത്തിലുമാകുന്നു. ഗുരു ഭാഗ്യസ്ഥാനത്താണ്. മാർച്ച് 11 മുതൽ ആ ഗുരു ഭാഗ്യസ്ഥാനത്ത് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു. ശനി 6-ല് സ്ഥിതി തുടരുന്നു. രാഹു 5-ലും കേതു 11-ലും സ്ഥിതി തുടരുന്നു. ഇപ്പം മാർച്ച് മാസത്തിൽ ശുക്രൻ്റെയും സൂര്യൻ്റെയും 6-ലേക്കുള്ള രാശിമാറ്റം, അതുപോലെ ബുധനും ഗുരുവിനും വക്രസ്ഥിതി മാറുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ഇപ്പം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. 6-ല് മാർച്ച് 2-ന് ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 8-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് 6-ൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് വിപരീത രാജയോഗമാണ്. 6-ൽ ശനിയുണ്ട്. 15 മുതൽ സൂര്യനും 6-ലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 6 പ്രത്യേകിച്ച് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം. ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും 8-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6-ല് വിപരീത രാജയോഗാവസ്ഥയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതിൽ സഡൻ റിക്കവറി, സഡൻ റിലീഫ് ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും. ശനി, ശുക്രൻ, രവി, കുജൻ ഒക്കെ തന്നെ 12-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് പാദങ്ങളിൽ എന്തെങ്കിലും പെയിന്, മസിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, ചിലർക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലത്തിനും സാധ്യത കാണുന്നുണ്ട്. കുജൻ 8-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം, ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ ഈ BP റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ, പ്രത്യേകിച്ച് ആ കുജൻ്റെയൊക്കെ 8-ലെ ദൃഷ്ടി ആ സമയത്ത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊതുവെ നമുക്ക് ശുക്രൻ ഉച്ചസ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട്, വിപരീത രാജയോഗാവസ്ഥ വരുന്നത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സഡൻ ആയിട്ടുള്ള റിക്കവറി ഉണ്ടാകും. അതുപോലെ 6-ലാണ് ആ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വ്യായാമം, യോഗ, പ്രാണായാമം ഇവയൊക്കെ ശീലിക്കുന്നവർക്കും ശാരീരികമായിട്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഇനി തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ആദ്യവാരം പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ 11-ാം ഭാവരാശിയിലാണ് ഗ്രഹണം വരുന്നത് ആദ്യത്തെ വാരം, പ്രത്യേകിച്ച് മാർച്ച് 3-ന്. അപ്പോൾ ആദ്യവാരം തൊഴിലിൽ അല്പം കെയർ വേണം. കർമ്മഭാവാധിപനായിട്ടുള്ള ചന്ദ്രന് ഗ്രഹണം വരുന്നുണ്ട്, ചന്ദ്രഗ്രഹണം വരുന്നു. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനുള്ള ശുക്രൻ 6-ല് ഉപജയസ്ഥാനത്താണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട്. വക്രസ്ഥിതിയൊക്കെ മാറി ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. കർമ്മകാരകനായിട്ടുള്ള ശനിയും 6-ല് നിൽക്കുകയാണ്. അപ്പോൾ ആ ശനി പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ്.
അപ്പോൾ ആ ശനിയും ശുക്രനുമായിട്ട്, ജന്മരാശ്യാധിപനും ആ ശനിയുമായിട്ടുള്ള യോഗം ഉപജയസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ വർക്കിലൊക്കെ പ്രത്യേകിച്ച് ഈ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിൽ ഫോക്കസൊക്കെ കൂടും. തൊഴിൽ ഇടത്ത് എന്ത് ചലഞ്ചസ് ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്യാനൊക്കെ ആകും. കാരണം മാർച്ച് 15 സൂര്യനും 6 വരുന്നുണ്ട്. അപ്പോൾ തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്യവഹാരം, കേസുകൾ ഉണ്ടവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ആ വിധി അവർക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 6 ശനി, 6 സൂര്യൻ, അതുപോലെ ശുക്രൻ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അതിലൊക്കെ ഉയർന്ന വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും. ഡെയിലി വേജ് ഏണേഴ്സിനൊക്കെ തൊഴിലവസരങ്ങളുണ്ടാകും. സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ അവയ്ക്ക് മാറ്റം ഉണ്ടാകും, അതിന് പരിഹാരം ഉണ്ടാകും. ഇപ്പം ഈ കർമ്മസ്ഥാനത്തിൻ്റെ അഷ്ടമത്തിലാണ് ആ സൂര്യൻ വരുന്നത് മാർച്ച് 15. ഇപ്പം കർമ്മസ്ഥാനത്തിൻ്റെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നു. ആദ്യത്തെ പകുതി, അതായത് മാർച്ച് 14 വരെ സൂര്യൻ കർമ്മഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ്. അവിടെ രാഹുവുണ്ട്, കുജനുണ്ട്, അതുപോലെ ബുധനുണ്ട് ഒക്കെ. അങ്ങനെ അഷ്ടമത്തിൽ, കർമ്മഭാവത്തിൻ്റെ അഷ്ടമത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇപ്പോൾ ശനീസ് അതുപോലെ സൂര്യനുമായിട്ടുള്ള യോഗമൊക്കെ 6 മാർച്ച് 15 മുതൽ വരുന്നത് വർക്കിൽ പൊതുവെ ആക്റ്റീവ് ആകും. എങ്കിൽ തന്നെയും തൊഴിലിടത്ത് ചിലപ്പോൾ ഈ ശനി അതുപോലെ സൂര്യനൊക്കെ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള ഒരു പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ ഇപ്പോൾ 5 സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് 7ാം ഭാവത്തിൻ്റെ 11ാം ഭാവത്തിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും 5 ഉള്ള സമയമാണ്. ഇപ്പം ബിസിനസ്സൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അത് ലാഭകരമാക്കുന്നതിനുമൊക്കെ ഉള്ള ചിന്ത, അതിനുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ബിസിനസ്സിൽ പ്രോഗ്രസ് ദൃശ്യമാകും. കുജന് രാഹുവുമായിട്ടൊക്കെ യോഗമുണ്ട്, ബുധന് രാഹുവുമായിട്ട് യോഗമുണ്ട്. അപ്പം ബിസിനസ് പാർട്ട്നേഴ്സിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അല്പം കെയർ വേണം. ആ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും മിസ്ലീഡിങ് കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോഴും ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ആ ബുധനും രാഹുവുമായിട്ടൊക്കെ ഉള്ളൊരു യോഗം വരുമ്പോൾ കഴിവതും ആദ്യവാരം തീരുമാനങ്ങൾ ഒഴിവാക്കുക. അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 5 പഠനസ്ഥാനത്താണ്. പക്ഷെ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ആ ബുധൻ 9ഉം 12ഉം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആദ്യ പകുതി ബുധൻ വക്രത്തിലായതുകൊണ്ട് 5 ആ ബുധനും രാഹുവും കുജനും ഒക്കെ, അതുപോലെ ആദ്യ പകുതി രവിയും 5 ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവെ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ 11 റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാഹുവിൻ്റെ 5 സ്ഥിതി എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് പഠനത്തിലൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ചിലപ്പോൾ ആദ്യ ഭാഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഗുരുവും ബുധനും ഒക്കെ ക്രമേണ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറും. പഠനത്തിൽ ഫോക്കസ് കൂടും. ഉന്നത പഠനത്തിലൊക്കെ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ തലത്തിലും ക്രിയേറ്റീവ് തലത്തിലും പൊതുവെ ഇൻ്റലിജൻസ് തലത്തിലുമൊക്കെ തന്നെ നല്ല തിളങ്ങാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. സ്പോർട്സിൽ, ഗെയിംസിൽ, ഇവകളിലൊക്കെ തന്നെ തിളക്കം മാറുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. പൊതുവെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം നടത്തുന്നവർക്കും ആദ്യവാരം കഴിയുമ്പോൾ ഗുണാനുഭവം ഉണ്ടാകും. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ
രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 5-ലാണ്. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതി 5-ലാണ്. ധനകാരകനായിട്ട് ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉണ്ട്. 11 മുതൽ ആ ഭാഗ്യസ്ഥാനത്ത് ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. 11-ൽ കേതുവും ഉണ്ട്. അപ്പോൾ ആദ്യവാരം പൊതുവെ നമുക്ക് ധനപരമായിട്ട് ധനം ഡീല് ചെയ്യുന്നതിലൊക്കെ അല്പം കെയർ ആദ്യവാരം വേണം. അത് കഴിഞ്ഞാൽ രവി ബുധൻ കുജനൊക്കെ തന്നെ 11-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. കടം വീടുന്നതിനുള്ള പരിശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും. ശുക്രൻ 8-ാം ഭാവാധിപനായിട്ട് 6-ൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടാവുന്ന എന്തെങ്കിലും പദ്ധതികളിൽ പ്രോജക്റ്റുകളിൽ ഒക്കെ ധനം നിക്ഷേപിക്കുക. ഇപ്പോൾ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായാലും അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഇൻഷുറൻസ് തലത്തിലൊക്കെ പണം മുടക്കുന്നതിനും അതുവഴിയൊക്കെ ഭാവിയിൽ ബെനിഫിറ്റ് കിട്ടുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. പൊതുവേ ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതിനുള്ള ശ്രമം, അതിനുവേണ്ടിയൊക്കെ പണം ചിലപ്പോൾ ചിലവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ഗുരു നേർസഞ്ചാരത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈശ്വര കടാക്ഷം കൂടുന്ന സമയമാണ്. അത് ധനഭാഗ്യത്തിനൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഇപ്പോൾ 5-ലാണ്. അതായത് 7-ാം ഭാവത്തിൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ ചൊവ്വ നിൽക്കുന്നത്. പക്ഷേ ആ ചൊവ്വയുടെ കൂടെ രാഹുവുണ്ട്. ആ ചൊവ്വയും രാഹുവിനെയൊക്കെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് 5-ൽ. ആദ്യ പകുതി വിവാഹ ആലോചനകൾ വന്നാലും നമുക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതിലൊരു ഡിസിഷൻ ഉണ്ടാകണമെന്നില്ല. ബുധൻ രാഹു അതുപോലെ കുജനും രാഹു ഈ ഗ്രഹങ്ങളുടെ ഒക്കെ ബന്ധം 5-ൽ വരുമ്പോൾ പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ അനുകൂല സാഹചര്യമാകും. ഗുരു നേർസഞ്ചാരത്തിലാവുന്നു. അതുപോലെ 5-ൽ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ആദ്യവാരമൊക്കെ കഴിയുമ്പം തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി 6-ൽ നിൽക്കുകയാണ്. ശനിക്ക് ശുക്രനുമായിട്ട് ബന്ധമുണ്ട് 6-ൽ. അതുപോലെ തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ശനി കർമ്മകാരകനും കൂടിയാണ്. ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ പ്രണയചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതേസമയം 5-ൽ കുജനും രാഹുവും ഒക്കെ ഉള്ള ബന്ധം, അതുപോലെ ബുധന് വക്രസ്ഥിതിയും വരുന്നു. 5-ൽ സൂര്യൻ്റെ ബന്ധമൊക്കെ വരുന്നു ആദ്യത്തെ പകുതി. അപ്പോൾ കമിതാക്കൾക്ക് ചെറിയ സംശയങ്ങൾ, കമിതാക്കൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യ പകുതി. അത് കഴിയുമ്പോൾ ആ സ്ഥിതിയിൽ മാറ്റം വരും. അതുപോലെ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം പ്രണയചിന്ത ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷനിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിലൊക്കെ ചിലപ്പോൾ സംശയം, അത് മുഖാന്തരം തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ അതറിഞ്ഞുള്ള ഒരു പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം. ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നു. അതുപോലെ 25-ന് ശുക്രനൊക്കെ 7-ലേക്കൊക്കെ രാശി മാറുന്നു. അതൊക്കെ പൊതുവെ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഗുരുവൊക്കെ നേർസഞ്ചാരത്തിലാവുമ്പം തന്നെ അതിൻ്റെ ആദ്യത്തെ 10 ദിവസമൊക്കെ കഴിയുമ്പം തന്നെ ആ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 4-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ൽ നിൽക്കുകയാണ്. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 5-ൽ രാഹുവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് 5-ൽ നിൽക്കുകയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് അത് കുടുംബ വിഷയത്തിൽ ചിലപ്പോൾ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ ഉണ്ടാകാം. എങ്കിലും കുടുംബ വിഷയത്തിൽ ചിലപ്പോൾ അതിനെ ചൊല്ലി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് മുഖാന്തരമുള്ള എന്തെങ്കിലും മാനസിക സംഘർഷമൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കണം. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവേ നമുക്ക് ഒരു ഡോമിനൻസ് ഒക്കെ ഉണ്ടാകും. മുൻപന്തിയിൽ നിന്ന് ആ ഫാമിലി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷനിൽ മിസ്ലീഡിങ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കി
കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കെയർ കൊടുക്കാമെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. മാർച്ച് 5, 6, 19, 20, 23, 24 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിവതും പ്രധാനപ്പെട്ട ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം. അതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. അതായത് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. പക്ഷേ ഈ ഫലത്തിൽ ഇതൊരു പൊതുഫലമാണ്. ഈ പൊതുഫലത്തിൽ ചില മാറ്റങ്ങൾ വരാം. അത് ഗുണാനുഭവം വരാം. ആ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട്. അത് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദേശാവകാരം, ഛിദ്രം ഇവയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ അവകാരവും ഛിദ്രവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഗുണാനുഭവം കൂടും. അതേസമയം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ അവകാരവും ഛിദ്രവും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ തുലാക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ തുലാ ലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് മറ്റ് ലഗ്നരാശികൾ വരാം. അപ്പോൾ തുലാ ലഗ്നമല്ലാതെ ഉള്ള തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലഗ്നരാശികൾ വന്നിട്ടുള്ളവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ കൃത്യതയും വളരെ സൂക്ഷ്മതയും ലഗ്നഫലത്തിലാണ്. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.